വർഷം 1925 ജൂൺ മാസം. നല്ല മഞ്ഞ് പെയ്യുന്ന ഒരു പ്രഭാതം. സ്ഥലം ചിക്മംഗ്ലൂർ ജില്ല. പുതപ്പിനുള്ളിൽ ചുരുണ്ടു മടങ്ങി ഉറങ്ങുന്ന ഭർത്താവിനെ നോക്കി ഭാര്യ, നോക്കൂ, നമുക്കിന്ന് എൻ്റെ വീട്ടിലേക്കൊന്ന് പോയാലോ? പുതപ്പിനുള്ളിൽ നിന്നും ചാടി എണീറ്റ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, പോകാം, നിന്റെ ആഗ്രഹം അതാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ പുറപ്പെടാം. ഭാര്യയുടെ ഏത് ആഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന ഈ ഭർത്താവ് 2 ദിവസം മുമ്പാണ് സ്വന്തം അമ്മയെ അനാഥാശ്രമത്തിൽ ആക്കിയിട്ട് വന്നവനാണ്. അങ്ങനെ ഭാര്യയുടെ സന്തോഷം മാത്രം ലക്ഷ്യം വെച്ച് നടക്കുന്ന ഈ ഭർത്താവ് ഭാര്യയുടെ ഇന്നത്തെ ആഗ്രഹം കൂടി സാധിച്ചു കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് റെഡിയായി തൻ്റെ സ്വന്തം 2 വീലറിൽ ഭാര്യയും കൂട്ടി പോകുവാൻ തയ്യാറായി. കേവലം 20 കിലോമീറ്റർ ദൂരമുള്ള ഒരു യാത്ര. വഴിയോര കാഴ്ചകൾ ആസ്വദിച്ച് രണ്ടാളും കൂടെ ബൈക്കുമേൽ ഉറക്കെ പാട്ടും പാടി സന്തോഷത്തോടെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നല്ല ഭംഗിയുള്ളൊരു പുഴ. ആ പുഴയുടെ മേലെയൂടെ ഒരു മേൽപ്പാലം. ഇത് കണ്ടപ്പോൾ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, ദേ ഒന്ന് നിർത്തിയേ, നല്ല മനോഹരമായ പുഴ, നമുക്ക് ഇവിടെ നിന്നും ഒരു സെൽഫി എടുക്കാം. ഇത് കേട്ട് സന്തോഷത്തോടുകൂടി ഭർത്താവ് തൻ്റെ 2 വീലർ പാലത്തിൻ്റെ സൈഡിലേക്ക് ഒതുക്കി നിർത്തി. അങ്ങനെ 2 പേരും ബൈക്കിൽ നിന്നിറങ്ങി രണ്ടാളുടെയും സ്വന്തം മൊബൈൽ ഫോൺ കയ്യിലെടുത്തുകൊണ്ട് പാലത്തിൻ്റെ അരികിലെ തടയിണയുടെ അരികുവശത്തേക്ക് വന്നു. ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, മോളെ സൂക്ഷിച്ച്, തടയിണക്ക് തീരെ ഹൈറ്റ് കുറവാ, സൂക്ഷിച്ച് നിൽക്കണേ. ഇത് കേട്ട് ഭാര്യ ഭർത്താവിനെ നോക്കി ഊറിച്ചിരിച്ചു. അങ്ങനെ 2 പേരും ചേർന്ന് സെൽഫി എടുക്കാൻ തീരുമാനിച്ചു. 2 പേരും തടയിണയുടെ അരികിലായി നിന്നുകൊണ്ട് ഭർത്താവ് സ്വയം മറന്നുകൊണ്ട് സെൽഫി എടുക്കുകയാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഭാര്യ ഭർത്താവിനെ ശക്തിയോടെ പുഴയിലേക്ക് തള്ളിയിട്ടു. 3 മാസമായി ഭാര്യ എഴുതിക്കൊണ്ടിരുന്ന തിരക്കഥയുടെ ആദ്യ ഷൂട്ടാണ് അവിടെ അരങ്ങേറിയത്. കർണാടകയിലെ ചിക്മംഗ്ലൂരിൽ വസിക്കുന്ന ഈ സ്ത്രീ മറ്റൊരു പുരുഷനുമായി സ്നേഹബന്ധത്തിലായപ്പോൾ സ്വന്തം ഭർത്താവിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി നടന്ന ഒരു കൊടും ചതിയുടെ കഥയാണ് ഈ കാണുന്നത്. ഈ സ്ത്രീ സ്വന്തം ഭർത്താവിനെ പുഴയിലേക്ക് തള്ളിയിടുന്നത് സമീപവാസികൾ കണ്ടതുകൊണ്ട് മാത്രമാണ് ഇയാൾ രക്ഷപ്പെട്ടത്. ഈ വീഡിയോയിൽ കാണുന്ന ഈ സ്ത്രീയുടെ ഭർത്താവിന് സത്യത്തിൽ ഈ ശിക്ഷ വേണമായിരുന്നു. കാരണം ഈ ഭാര്യയുടെ വാക്ക് കേട്ടാണ് സ്വന്തം അമ്മയെ അനാഥാശ്രമത്തിലേക്ക് കൊണ്ടുചെന്ന് വിട്ട ഈ പുരുഷൻ. ഈ ഭർത്താവിന് ഇത് വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായമോ? വീഡിയോ കാണുക. आता ಏನಾಗ್ಬೇಕು ನಿಮಗೆ? ಏನಿಲ್ಲ ಬ್ರೋ, ಅಣ್ಣ ಸುಮ್ಮನೆ ಹೆಣ್ಮಕ್ಳ ವಿಷಯ ಅಂತ ಇಲ್ಲ ಬ್ರೋ.